ധൃതരാഷ്ട്രരുടെ തീരുമാനം പോലെ പാണ്ഡവ രാജകുമാരന്മാർ കൊട്ടാരത്തിൽ നിന്നും അങ്ങകലെയായി വാരണാവതിയിലെ ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു കൊടും വനത്തിന് നടുവിലായിരുന്നു ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ വനത്തിൽ തന്നെ അവർക്ക് താമസിക്കുവാനായി ഒരു കൊട്ടാരം നിർമ്മാണം തുടങ്ങി. കൊട്ടാരത്തിന്റെ പണികളെല്ലാം ദുര്യോധനന്റെ മേൽനോട്ടത്തിലായിരുന്നു. മേൽനോട്ടം മാത്രമായിരുന്നു ദുര്യോധനന്റെ, പക്ഷെ അതിലെ ലക്ഷ്യവും ബുദ്ധിയും ശകുനിയുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ ചില രഹസ്യമായ പ്രത്യേകതകൾ കൊണ്ടാണ് ആ കൊട്ടാരം നിർമ്മിക്കാൻ തുടങ്ങിയത്. ദിവസങ്ങൾക്കുള്ളിൽ ആ കാടുകൾക്ക് നടുവിലായി ആ കൊട്ടാരം പാണ്ഡവർക്ക് വേണ്ടി പണിതുയർത്തി. അങ്ങനെ ആ ദിവസം വന്നെത്തി. കൊട്ടാരത്തിലെ എല്ലാവരും അവരെ യാത്രയയക്കാൻ വേണ്ടി വന്നു. പക്ഷെ അവരെ ഞെട്ടിച്ചത് അതൊന്നുമല്ലായിരുന്നു. ആ രാജ്യത്തിലെ പ്രായഭേദമന്യേ എല്ലാവരും അവർക്ക് വേണ്ടി കൊട്ടാരത്തിന് മുന്നിൽ തടിച്ചുകൂടി. അവരുടെ സ്നേഹത്തിന് മുന്നിൽ തല ഉയർത്തി കൊട്ടാരത്തിൽ നിന്നും അവർ പടിയിറങ്ങി. അവരുടെ പുതുകൊട്ടാരത്തിലെ ജീവിതം അകലെയായി ദുര്യോധനനും സംഘവും നിരീക്ഷിക്കാൻ ആരംഭിച്ചു. അവർക്കുപയോഗിക്കുവാനുള്ള ആയുധം നേരത്തെ തന്നെ ശകുനി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുരോചനൻ. അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളായിരുന്നു പുരോചനൻ. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുമായി നല്ലൊരു സൗഹൃദം അയാൾ സ്ഥാപിച്ചു. അവർ പോലും അറിയാതെ അവരുടെ പൂർണ്ണ വിശ്വാസം അയാൾ നേടിയെടുത്തു. ശകുനിയുടെയും സംഘത്തിന്റെയും ഒരു വാക്കിനായി അയാൾ കാത്തിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശകുനി പുരോചനനെ കാണുവാൻ വിളിച്ചു. പുരോചന, നമ്മുടെ സമയമായിരിക്കുന്നു.